പ്രശ്നം രൂക്ഷമാണ്. ഇവിടെ ചെയ്യൂ കേക്കില് കൈയിട്ട് ഓ അങ്ങനെയാണോ കണ്ണട ഇടുക? ഇതെന്ത് ചെയ്യും ഇങ്ങനെ? ഇപ്പൊ നല്ലോണം വെച്ചിട്ടോ ഏത് സമയം ഇങ്ങനെ അങ്ങനെ ഞാൻ വിചാരിച്ചോലൊന്നും എന്തായാലും നടന്നില്ല. ആകെ ഒരു തൊലിഞ്ഞ ഫോട്ടോഷൂട്ടായി പോയിന്ന്. വെൽക്കം ടു യുവർ ന്യൂ വീഡിയോ. അപ്പൊ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് നമ്മളെ ജയ്യോന് 6 മാസം പൂർത്തിയായിരിക്കുകയാണ് ഗൈസ്. അപ്പൊ അതിന്റെ ഭാഗമായി നമ്മളൊരു ഹാഫ് കേക്ക് മേടിച്ച് അവനായിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്താന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ കേക്ക് ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ജയ്യോനെ ഞാൻ മാറ്റിയൊന്നും കൊടുത്തിട്ടില്ല. എന്റെ ഇൻട്രോ പറയുന്നത് കേട്ടിട്ട് ജയ്യോ എണീച്ച് ഗൈസ്. ഉണ്ടോ എന്നെ നോക്കി കിടക്കുന്നേ? ജയ്യോ ഉറങ്ങുകയായിരുന്നു കേട്ടോ. ഇപ്പൊ ചൂട് ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് ഫാന് ഇപ്പം ഞാൻ ഓഫാക്കിയിട്ടാണ് വർത്തമാനം. ഫാൻ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഫുൾ ഓൺ ഡ്രസ്സൊക്കെ റിമൂവ് ചെയ്തിട്ട് പമ്പേഴ്സ് വരെ ഇപ്പം ഇട്ട് കൊടുക്കില്ല കേട്ടോ. അടുത്തൊരു തുണി വെച്ച് കൊടുക്കലാണ്. അങ്ങനെ ഇട്ട് കൊടുക്കലാണ്. കാരണം നമുക്ക് തന്നെ ചൂട് താങ്ങാനാകുന്നില്ല. പിന്നെ ഓരോ കാര്യം പറയണ്ടല്ലോ. അപ്പം കേക്ക് ഓൾമോസ്റ്റ് എല്ലാം സെറ്റാക്കി ഞാനത് അവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. എൻ്റെ അനിയൻ്റെ വൈഫിൻ്റെ ഏട്ടത്തിയാണ് കേക്ക് ഉണ്ടാക്കി തന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ഒരു അടിപൊളി തീമിലൊക്കെയാണ് ഗൈസ് കേക്ക് ഡെക്കറേറ്റ് ചെയ്തതും. അതേപോലെ തന്നെ ആ ഒരു തീമിനെയാണ് നമ്മൾ പിടിച്ചിരിക്കുന്നതും. നിങ്ങളിപ്പോൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും ബോസ് ബേബി. അപ്പം ആ ഒരു തീമിലാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനിയിപ്പോൾ ജയ്യോനെ മാറ്റി കൊടുക്കണം. പിന്നെ നമ്മൾ ഇവിടുന്ന് തന്നെയാണ് ഫോട്ടോ എടുക്കുന്നതൊക്കെ. പിന്നെ എൻ്റെ ഫോണിലാണ് ഫോട്ടോ എടുക്കുന്നത്. ക്യാമറമാനോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു സന്തോഷം അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറേ നാൾ കൂടിയിട്ട് എനിക്ക് കേക്ക് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. നിങ്ങൾ മുന്നൂൻ്റെ മക്കളെയൊക്കെ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിനകത്തുള്ള കേക്ക് അടിപൊളി കേക്കായിരുന്നു, ഒന്നും പറയാനില്ല. പക്ഷെ അത് മര്യാദക്ക് തിന്നാൻ വേണ്ടി പറ്റിയില്ല. കാരണം ആ ഒരു തിരക്കിനകത്ത് മര്യാദക്ക് തിന്നാൻ വേണ്ടി പറ്റിയില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നെന്തായാലും ജയ്യൂൻ്റെത് ഇങ്ങനെ ഒരു ഇത് നടത്താം. എല്ലാവരും ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും നടത്തുന്നത് കണ്ടിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ആൾക്കാരെ വിളിക്കലോ പരിപാടിയോ ബർത്ത്ഡേ ഒന്നുമല്ല. ഒരു കേക്ക് മേടിച്ചു, ഓനൊന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഒരു 2 ഫോട്ടോ എടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ മൊട്ടക്കുട്ടനെ ഇനി മാറ്റിയെടുക്കണം. അത് അവിടെ കിടക്കുന്നുണ്ട്. ഇനി നോക്കിച്ച് എന്താ ചെയ്യോ ഇന്ന് ഹാഫ് ബർത്ത്ഡേയാ. വല്ലതും അറിയാമോ? ഓനെ അറിയാന്നുള്ള മട്ടിൽ ചിരിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഇനി ജയ്യൂനെ മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇത്രയും പെട്ടെന്ന് പോയിട്ട് ഫോട്ടോ എടുക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. ആദ്യം ജയ്യൂനമ്മ മാറ്റി കൊടുക്കാം. അതിന് മുന്നേ ജയ്യൂന് ഒരു പുതിയ ഡ്രസ്സ് ഓൻ്റെ മാമൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പം അതാദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് ജയ്യൂൻ്റെ ഡ്രസ്സ് കേട്ടോ. ഇതാ പുറത്ത് മരം വെട്ടുന്നുണ്ട്, അതുകൊണ്ട് ടക്ക് 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 എന്നുള്ള ഒച്ച അവിടെ നിന്ന് കേൾക്കും. നിങ്ങൾ മൈൻഡ് ആക്കണ്ട. ഇതാണ് കേട്ടോ ഡ്രസ്സ്. നമ്മൾ ഒരു കോഡ് ഡ്രസ്സാണ് ഗൈസ് ജയ്യൂന് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ പ്രൈസ് ടാഗ് വരെ ഞാൻ പൊട്ടിച്ചിട്ടില്ല. അപ്പം ഇതിനി മാറ്റി കൊടുക്കണം. പിന്നെ ഇവനിനി എങ്ങനെ ഫോട്ടോക്ക് നിന്നിരുന്നൊന്നും അറിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുന്നേക്ക് ഫോട്ടോ എടുക്കുമ്പോൾ നല്ല രീതിയിലൊക്കെ നിന്ന് തന്നിക്കണേ. പിന്നെ അതേപോലെ നിന്ന് തന്നാൽ നമുക്ക് ഭാഗ്യം, അല്ലെങ്കിൽ നമ്മുടെ അധോഗതിയാണ്. കാരണം കേക്കൊക്കെ മേടിച്ച് സെറ്റ് ചെയ്ത് മര്യാദ നന്നായി നിൽക്കില്ല, കഴിഞ്ഞു. അപ്പം നമ്മളെ ജയ്യൂന് ഇനിയൊരു കണ്ണടുണ്ട് ഗൈസ്. കണ്ണെടുത്തിട്ട് വരാം. ഫോട്ടോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ അറിയില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അന്ന് നമ്മൾ പൂക്കോട് പോയ ആ സമയത്താണ് ഇത് വാങ്ങിയത്. കണ്ടില്ല ഗൈസ്, സീഡ് കണ്ട. പക്ഷെ ഇത് ചെറുതായിട്ട് ഇതിനൊരു ഡാമേജ് പറ്റി ഗൈസ്. കണ്ടോ, ഇതിൻ്റെ ഇവിടെ ആയിട്ടത് പൊട്ടി പോയിട്ടോ. എന്നിട്ട് ഞാനത് ഒരു വിധത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ഞാൻ ഇട്ടിട്ട് പൊട്ടിക്കുന്നില്ല. ഇതാണ് നമ്മുടെ ജയ്യൂൻ്റെ കണ്ണട. ആൻഡ് ഇതാണ് ഗൈസ് ജയ്യൂൻ്റെ കോസ്റ്റ്യൂം. ഇനി ഇത് ഇട്ടിട്ട് ഞാൻ റെഡിയാക്കി ഓനെ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഡ്രസ്സ് ഇട്ടു ഗൈസ്. അപ്പൊ ഗൈസ് ജയ്യൂനെ മാറ്റിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ജയ്യു അവിടെ കിടക്കുന്നുണ്ട്. സുന്ദരനായി ഗൈസ്. ഇതാണ് ഇവൻ്റെ മെയിൻ പരിപാടി. ഇങ്ങനെ എന്തെങ്കിലും ഇവിടുത്തെ കുടുക്ക അവിടെ ചെയ്യൂ, ഇത് കൂരിപ്പോയോ? ഇതുണ്ടോ, ഈ തിന്നലാണ് മെയിൻ പ്രശ്നം. അപ്പം ഇനിയത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. കേക്ക് അതിൻ്റെ ഉള്ളിലിൻ്റെ കേക്കിൻ്റെ പ്രശ്നമല്ല, ആദ്യം ഞാൻ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്ന കാണിച്ചു തരാം കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊന്നുമല്ല ഫോട്ടോ എടുക്കുന്നത്, ഇവിടെ അകത്തുള്ള തന്നെയാണ്. പക്ഷെ അവിടെ ഭയങ്കര ഒരു ഡാർക്ക് ആയിട്ടുള്ള ചുമര. അപ്പം
ഇവൻ്റെ ഡ്രസ്സിൻ്റെ കളറും ഡാർക്ക് ആയതുകൊണ്ട് ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പം നമ്മൾ വൈറ്റ് വെച്ച് സെറ്റ് ചെയ്യണം. അതൊക്കെ ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. നമ്മൾ വീട്ടിൽ എങ്ങനെ അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കാം, അതായത് ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നും കൂടെ ഈ വീഡിയോനകത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ റൂമിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ ഇങ്ങനൊരു മേശ എടുത്ത് കിട്ടോ, ഇതിൻ്റെ മേലെ ഉപ്പാൻ്റെ മുണ്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ ഓനെ ഇരുത്തണം, കാരണം ഇങ്ങനൊരു മൂലയായതുകൊണ്ട് കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. അപ്പം ജയ്യുവിനെ ഞാൻ ഇവിടെ കിടത്തി കൊടുത്തത്. ബേബി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ബേബി പുതിയതോ? കേക്ക് കൊടുക്കാം. എവിടെ? ഗൈസ്, ഇത് പുതിയത് ഇന്നുണ്ടായതാണ്. അതിനെന്താ കാട്ടണം? ഇവർ രണ്ടാളും കൂടെ നടത്തിക്കേ. അപ്പം നമുക്ക് എന്തായാലും കേക്ക് എടുത്തിട്ട് വരാം. ഗൈസ്, നമ്മുടെ കേക്ക് ഇതാ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഒരു കൈ കൊണ്ട് കേക്ക് എടുത്തിട്ടുണ്ട്, എന്തായാലും അത് പോകും. അതുകൊണ്ട് ഞാൻ ഇതവിടെ തുറന്നിട്ട് ഇനി കേക്ക് എടുത്തിട്ട് ഞാൻ അവിടെ കൊണ്ടേ വെക്കട്ടെ. ഗൈസ്, നമ്മളെ കേക്ക് ഇതാണ്. ഇതാ ഇതിൽ വെക്കാനുള്ള സാധനം കേട്ടോ. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് വേണം എടുക്കാൻ. അത് കേക്ക് വെക്കുന്ന സമയത്ത് അവിടെ നിന്ന് വെക്കാം നമുക്ക്, അതായിരിക്കും നല്ലത്. പിന്നെ ഇതാ ഹാഫ് വേ ടു 1 മീൻസ് ആക്കുന്നൊക്കെ എഴുതിക്ക്. പിന്നെ ബോസ് ബേബിയാണ് നമ്മുടെ തീം കേട്ടോ. ഇതാ സാധനം സെറ്റാണ് അവിടെ. ഇനി ജയ്യൂനെ വെച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. ഗൈസ്, നമ്മൾ കേക്കിന് ഇവിടെ ബേബി ബോസ് എന്ന് പറഞ്ഞ ഈ സാധനം ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ സെറ്റ് ഗൈസ്. ഇനി നമുക്ക് എന്താക്കാം, ജയ്യൂനെടുത്ത് വെക്കണം. അതിൻ്റെ മുന്നേ കേക്കിന് 2 ഫോട്ടോസ് എടുക്കട്ടെ. ഗൈസ്, നമ്മൾ വിചാരിച്ച പോലെയല്ല, ജയ്യു ടെററാണ്. കേക്ക് പിടി വെച്ച് ഓനാടി വെച്ചിട്ട് കേക്കിലേക്ക് വിഗാണ് കേട്ടോ. ഇങ്ങോട്ട് നോക്ക്. അതുകൊണ്ട് ഓന്റെ ശ്രദ്ധ മെല്ലെ മാറ്റിക്ക്. ഓന്റെ ശ്രദ്ധ മാറുന്നില്ല. അതാ ജയ്യു നോക്ക്, ജയ്യു നോക്കടാ. ഓ, പ്രശ്നം രൂക്ഷമാണ് ഇവിടെ. ജയ്യു കേക്കിൽ കൈയിട്ട് ഗൈസ്. ഞങ്ങൾ ഇവിടെ സോഫയിൽ ഇരുത്തിയാണ് ഇപ്പൊ ഫോട്ടോ എടുക്കുന്നത്. ഇവരിപ്പോ മുഖം ഇവിടെ കളിപ്പിച്ചോണ്ടിരിക്കുന്നത് റൂഹി. റൂഹി കണ്ണട ഇട്. ഓ, അങ്ങനെയാണോ കണ്ണട ഇടുക? അപ്പത്തേക്ക് ഇപ്പുറത്ത് കരിച്ചില്ല. ഏയ്, കേക്കൊക്കെ കൊണ്ടുവച്ചു ഗൈസ്. ഗൈസ്, സെയ്യുന്റെ കഠിനമായ ഗൈസ്, സെയ്യു ഇവിടെ മറ്റേ പുനിതമാനത് മഞ്ഞുമൽ ബോയ്സിലുള്ള. ഓക്കെ ഗൈസ്, അപ്പം സെയ്യുവിന്റെ ഡ്രസ്സൊക്കെ അയച്ചിട്ട് കേട്ടോ. ഇവന്റെ മോന്ത് ഏത് സമയം ഇങ്ങനെ ഉണ്ടാവും? ഇതെന്തിങ്ങനെ? ഇതെന്താ ചെയ്യും ഇങ്ങനെ? ഇപ്പൊ നല്ലോണം വെച്ചിട്ടോ. ഏത് സമയം ഇങ്ങനെ കേട്ടോ. ഇതാണ് ഇവന്റെ കഥ. പിന്നെ കേക്ക് അതാ ഞാൻ അവിടെ എടുത്ത് വെച്ചത്. നമുക്ക് ഇനി മുറിച്ച് തിന്നാം. നമ്മൾ കേക്ക് ഇവിടെ കട്ട് ചെയ്യാൻ പോവാണ്. ആ ബോസ് ബേബിനെ ഇല്ല, ഈ ബോസ് ബേബിനെ എടുത്ത് കളഞ്ഞേക്ക. തിന്നാൻ പറ്റാത്തിയാ. ഓ അയ്യോ, കേക്ക് ഞങ്ങൾ കട്ട് ചെയ്ത് കഴിച്ചു ഗൈസ്. ആയുധം വെച്ച് കളിക്കരുത്. സീനു കേക്ക് വേണോ? ഓക്ക് കത്തിയാ വേണ്ടിയത്. മോള് ട്രയൽ ചെയ്തോ? റൂഹിന്റെ ബർത്ത്ഡേ ആണ് ഗൈസ്, അടുത്ത മാസം 8-ാം തീയതി. നമ്മളത് അടിപൊളിയായി ഇൻഷാല്ലാ സെലിബ്രേറ്റ്. ഞാൻ വിചാരിച്ചോണൊന്നും നടന്നില്ല കേട്ടോ. ഫോട്ടോ എടുക്കാനായാലും ഒന്നിനും ഇവൻ സമ്മതിച്ചതേ ഇല്ല. ഇവൻ ഈ പിടുത്തം പിടിച്ചിരിക്കേനു. ഈ പിടുത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ ചിരിക്കുന്നവരല്ല, അല്ലെങ്കിൽ എപ്പോ ചിരിച്ചോണ്ടെടുക്കുന്ന ചെയ്യൂ. ഫോട്ടോ എടുക്കുന്ന സമയത്ത് ചിരിക്കുന്നേ ഇല്ല കേട്ടോ. ഇങ്ങനെ ഇതെന്തെങ്ങനെയെന്ന് എനിക്കറിയില്ല ഗൈസ്. അങ്ങനെ ഞാൻ വിചാരിച്ച പോലും എന്തായാലും നടന്നില്ല. ആകെ ഒരു തൊലിഞ്ഞ
ഫോട്ടോഷൂട്ട് ടൈപ്പ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഫോട്ടോസൊക്കെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തായിരിക്കും, എൻ്റെ അക്കൗണ്ടിലായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പോയി ചെക്ക് ചെയ്യുക ഗൈസ്. പിന്നെ എൻ്റെ സ്റ്റോറി ആയിട്ടൊക്കെ ഉണ്ടാവും. ഓക്കെ ബൈ ഗൈസ്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കണ്ടിരിക്കും. ബൈ ബൈ പറയ്. ബൈ.